നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടും FST അല്ലെങ്കിൽ BFD അല്ലെങ്കിൽ ഹൗസ് ബിൽഡിങ്ങിന് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാണ്ടല്ലോ, പിന്നെ ഒരു കാര്യമില്ല. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ഇതിന് അപ്ലൈ ചെയ്ത് ജർമ്മനിലേക്ക് വരുന്നത്. അതും ഒരു തേർഡ് പാർട്ടി ആൾക്കാരുകൾ ഇല്ലാണ്ടും ഒരാളില്ലാണ്ടും അല്ലെങ്കിൽ ഒരു ഏജൻസി പോലും വേണ്ട. നിങ്ങൾ വെറുതെ പോയി 3-5 ലക്ഷമോ 10 ലക്ഷമോ ഒന്നും കളയണ്ട. ഇതിനു വേണ്ടി സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്റെ പൊന്നുമക്കളെ, ഇത് അത്ര പാടുള്ള കേസൊന്നുമല്ല. നിങ്ങൾക്ക് വേറൊരു ഏജൻസിനെയോ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിനെ വെക്കാണ്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് സിമ്പിൾ ആയിട്ട്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റുട്ട്ഗാർട്ട് ഭാഗത്തേക്ക് അല്ലെങ്കിൽ ബെർലിൻ ഭാഗത്തേക്ക് അല്ലെങ്കിൽ കൊളോൺ ഭാഗത്തേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് അപ്പോൾ സ്റ്റുട്ട്ഗാർട്ടിൽ നിങ്ങൾ അൾട്ടൻഹൈം അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമുകളിൽ നിന്ന് അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിൽ നിന്ന് അടിച്ചു കൊടുക്കുക. ആ ഒരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമിന്റെ ആ ഒരു ലിങ്കിൽ കയറുക. ആ ലിങ്കിൽ കയറിയിട്ട് അവരുടെ കോണ്ടാക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും അടിയിൽ എവിടെയെങ്കിലൊക്കെ അവരുടെ ഇമെയിൽ ഐ ഡികൾ കാണിക്കും. മെയിൻ മാനേജറുടെ പേഡയലിന്റെ അല്ലെങ്കിൽ ബോസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഫ്ലീഗഡീൻ സ്ലൈഡർ എന്നൊക്കെ പറഞ്ഞ കുറച്ച് മെയിലുകൾ കാണിക്കും. ആ ഒരു മെയിലിലേക്ക് നിങ്ങൾ ജസ്റ്റ് മെയിൽ അയച്ചാൽ മതി. അതായത് എൻ്റെ പേര് ഇങ്ങനെയാണ്, ഞാൻ ഇന്ത്യയിലാണ്, എനിക്ക് നിങ്ങളുടെ കമ്പനിയിൽ FS ചെയ്യാൻ അല്ലെങ്കിൽ BFD ചെയ്യാൻ അല്ലെങ്കിൽ ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് മെയിൽ അയച്ചാൽ മതി. അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് 4 മൊഡ്യൂൾസ് ഉണ്ടെങ്കിൽ അടിപൊളി, B2ന്റെ അതും 10th സർട്ടിഫിക്കറ്റ് 12th സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ഒരു മോട്ടിവേഷൻ ലെറ്റർ, മോട്ടിവേഷൻ ലെറ്ററും CV ഒക്കെ ജർമ്മനിൽ ചെയ്യണം, പിന്നെ പാസ്പോർട്ട് കോപ്പി, ഇതെല്ലാം വെച്ച് നിങ്ങൾ ജസ്റ്റ് മെയിൽ അയച്ചാൽ മതി. എവിടെയെങ്കിലും പരമാവധി സ്ഥലത്തേക്ക് നിങ്ങൾ മെയിൽ അയക്കുക, എവിടെയെങ്കിലും നിങ്ങൾക്ക് കിട്ടും. പിന്നെ പെട്ടെന്ന് തന്നെ കിട്ടിയെന്ന് വരില്ല. ഞാൻ പറഞ്ഞത് എല്ലാവരും മിക്ക ആൾക്കാരും ചെയ്യുന്നത് ഇതേപോലെയാണ്. അങ്ങോട്ടേക്ക് നേരെ ഇമെയിൽ ചെയ്യുക, പിന്നെ അവരുടെ ഇതിനു വേണ്ടി റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് വന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ എവിടെയെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്ത് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പറയുന്നത് വിസ പ്രൊസീജിയറാണ്. ആ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഈ പറഞ്ഞ പോലെ ഏജൻസി നിങ്ങൾ എടുത്തോ, ഒരു പ്രശ്നമില്ല. നിസ്സാര വിസയ്ക്ക് നിങ്ങൾക്ക് ഏജൻസി, ഇപ്പൊ പിന്നെ വിസ കിട്ടാൻ ഇത്തിരി പാടാണ്, എന്നാലും നിങ്ങൾക്ക് ഒരു വിസ ഏതെങ്കിലും ഒരു ഏജൻസിന് വഴി വിസ ചെയ്താലും മതി ഈ പറഞ്ഞ പോലെ. അപ്പൊ അതിന്റെ സ്ട്രെസ് ഇല്ല. അതല്ല, നിങ്ങളിപ്പോ ജർമ്മനിയിലുണ്ട്, AU പെയർ ആയിട്ട് ചെയ്യാണ് അല്ലെങ്കിൽ FST ചെയ്യാണ് എന്നുണ്ടെങ്കിൽ പോലും ഒരു പേടിയും വേണ്ട. നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാം. എനിക്ക് പലരും ചോദിച്ചു ചേട്ടാ ഹെൽപ്പ് ചെയ്യാമെന്ന് ചോദിച്ചു. അതിനൊന്നും ഒരു ആവശ്യം പോലും ഇല്ല. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാവുന്നുള്ളൂ. ഈ പറഞ്ഞ പോലെ നേരെ സൈറ്റിൽ കയറാം, ഈ പറഞ്ഞ പോലെ ഇമെയിൽ അയക്കാം. സിമ്പിൾ പരിപാടിയാണ്, വേറൊരാളുടെയും ആവശ്യമില്ല. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങളിവിടെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് വിസ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നുള്ളൂ, ഒരു പ്രശ്നവുമില്ല. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉള്ള ഡൗട്ട് ആയിരിക്കും ഇതിനകത്ത് CV എങ്ങനെ ഉണ്ടാക്കും, മോട്ടിവേഷൻ ലെറ്റർ എങ്ങനെ ഉണ്ടാക്കുന്നത്. എന്റെ പൊന്നുപോലെ ഈ CV എന്നൊക്കെ ഒരു സംഭവം നിങ്ങൾക്ക് ഉണ്ടല്ലോ, ഇപ്പൊ ഇഷ്ടംപോലെ സൈറ്റുകളുണ്ട്, യൂറോപ്പേഴ്സ് അങ്ങനെ സംഭവങ്ങൾ സൈറ്റുകളുണ്ട്. ഇതിനകത്ത് കയറി നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാവുന്നുള്ളൂ, വേറൊരാളുടെ സഹായം വേണ്ട. പിന്നെ ഈ പറഞ്ഞ മോട്ടിവേഷൻ ലെറ്റർ ChatGPT ഉള്ളതുകൊണ്ട് തന്നെ എളുപ്പമുള്ളൂ. അതായത് ChatGPT വെച്ച് സിമ്പിളായിട്ട് ഇങ്ങനെ നിങ്ങളൊരു കണ്ടന്റ് കൊടുക്കുക, ഇതിനകത്ത് ഇങ്ങനെ എനിക്കൊരു മോട്ടിവേഷൻ ലെറ്റർ വേണം, FSTക്ക് വേണ്ടി ഹൗസ് ബിൽഡിങ്ങിന് വേണ്ടിയാന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ സംഭവം റെഡി, സിമ്പിൾ. പിന്നെ ഇപ്പോൾ കുറച്ച് പാടായിട്ടുണ്ട് ഈ ഹൗസ് ബിൽഡിങ്ങിന് കിട്ടാനായിട്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ നാട്ടിൽ നിന്ന് ഇതേപോലെ AU പെയർ ചെയ്യാനായിട്ടും FST ചെയ്യാനായിട്ടും അല്ലെങ്കിൽ BFD അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് മാസ്റ്റേഴ്സിനൊക്കെ വേണ്ടി കുറേ പിള്ളേർ ഇവിടെ വന്നിട്ടുണ്ട്. ഇവരെല്ലാവരും ഇപ്പോൾ ഹൗസ് ബിൽഡിങ്ങിന് കയറിക്കൊണ്ടിരിക്കുക. അത് മാത്രമല്ല, വേറെ രാജ്യക്കാരും ഈ ഒരു ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിന് കയറുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് ടൈറ്റ് ആയേക്കാണ്. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നാട്ടിൽ ഇപ്പോൾ അതുകൊണ്ട് വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യാൻ ഡേറ്റ് പോലും കിട്ടുന്നില്ല. 25,000 ഫ്രീ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഡേറ്റ് ഇപ്പം 25,000 രൂപ 50,000 രൂപയ്ക്ക് ഈ VFSൽ തന്നെ ഡേറ്റ് കിട്ടുന്നത്. ഈ VFSൽ ഡേറ്റ് ഈ പൈസ ഇത്രയും വരണമെന്ന് പറയുന്നത് VFSകാർ കൊടുക്കുന്നില്ല കേട്ടോ. പല ഏജൻസിക്കാരും അല്ലെങ്കിൽ പല ആൾക്കാരും ഈ ഡേറ്റ് ബ്ലോക്ക് ചെയ്തിട്ടോ എന്തോ ചെയ്യുന്നുണ്ട്. അവർ ഈ പറഞ്ഞ പോലെ 50,000 രൂപയ്ക്ക് 25,000 രൂപയ്ക്ക് സീറ്റ് വാങ്ങി കൊടുക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഒരു സൈറ്റും കൂടി ഉണ്ട്, housebilding.de എന്ന് പറഞ്ഞിട്ട്. ആ സൈറ്റിലും കയറി നിങ്ങൾക്ക് ഈ ഹൗസ് ബിൽഡിങ്ങിന് അപ്ലൈ ചെയ്യാന്നുള്ളൂ. ഈ ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിന് മാത്രമല്ല ഇഷ്ടം പോലെ ഹൗസ് ബിൽഡിങ്ങുകൾ ഇതിനകത്ത് കാണിക്കും. ഷെഫുമാർ, അതായത് ഹോട്ടൽ മാനേജ്മെന്റിന്റെ, IT-യുടെ, ഇലക്ട്രീഷ്യന്റെ, അങ്ങനെ പല ഹൗസ് ബിൽഡിങ്ങുകളും ഈ സൈറ്റിൽ കയറി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നുള്ളൂ. ഈ പറഞ്ഞ പോലെ പലരും പറയും ഈ വീഡിയോ കാണുമ്പോൾ, അതായത് ഇങ്ങനെയൊന്നും കയറാൻ പറ്റില്ല, ഇതൊക്കെ ഫേക്കാന്ന് പറയും. ആരും പേടിക്കണ്ട, ഞാനിവിടെ നഴ്സിംഗ് കഴിഞ്ഞ ഒരാളാണ്, ഞാൻ ഇവിടെ ഹൗസ് ബിൽഡിംഗ് ചെയ്ത് കഴിഞ്ഞ ഒരാളാണ്, ഇപ്പൊ നഴ്സായിട്ട് വർക്ക് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടിയിൽ കമന്റ് ചെയ്താൽ മതി. നമ്മുടെ ഈ പേജിൽ ഇതേപോലുള്ള ജെനുവിൻ കണ്ടന്റുകൾ മാത്രമേ ഞാൻ എന്തായാലും ചെയ്യുള്ളൂ. അപ്പൊ ഇതേപോലുള്ള കണ്ടന്റുകൾ ഇനി വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്തിട്ടായി.